ശബരിനാഥ് മാതൃഭൂമിയുടെ ഫ്ലോറിൽ പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് അങ്ങനെയല്ല, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അഭിമുഖം തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്ത് കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരു തരത്തിലും നരേന്ദ്രമോദി അഭിമുഖത്തിൽ ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ആർജവം കാണിക്കണം. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദി, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിച്ചില്ല എന്ന് മാതൃഭൂമി പറയണം ഈ ചർച്ചയിൽ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇല്ല ശരി ഒന്ന് പറയും അഭിലാഷ്. അല്ല അപ്പോൾ മാതൃഭൂമി അല്ല, എന്തായാലും ഞങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരം അല്ല. ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം സ്റ്റേജിലായിരുന്നോ? അല്ല, സ്റ്റേജിലൊന്നും ആയിരുന്നില്ല. കുറച്ചു മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതായത് നമ്മുടെ സന്ധ്യാസമയത്തൊക്കെ നടക്കുന്ന രാത്രി അന്തിച്ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ മലയാള ചാനലുകളിലെല്ലാം നടക്കുന്ന, ന്യൂസ് ചാനലുകളെല്ലാം നടക്കുന്ന, അതിൽ മാതൃഭൂമിയിലെ ഒരു അന്തിച്ചർച്ചയായിരുന്നു. അതിൽ അവതാരകനായിട്ട് വന്നത് നമ്മുടെ അഭിലാഷ് ആയിരുന്നു. അതുപോലെ തന്നെ BJPയുടെ സന്ദീപ് വാര്യർ, കോൺഗ്രസിൽ നിന്നും ശബരിനാഥൻ, ഫക്രുദ്ദീൻ അലി, ഇവരൊക്കെയായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ശബരിനാഥൻ നരേന്ദ്രമോദിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് നരേന്ദ്രമോദി കൊടുക്കുന്ന ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം തന്നെ അനുകൂലിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അഭിമുഖമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ നരേന്ദ്രമോദി കൊടുത്ത ആ ഒരു അഭിമുഖത്തിലെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കത്തില്ല, അതാണ് ഇതാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരമായിരുന്നു ഈ പറയുന്ന ശബരിനാഥിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ അതിനെതിരെ ഈ ഫക്രുദ്ദീൻ അലി തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് രാഷ്ട്രീയ ചോദ്യം ആ ഒരു തരത്തിൽ സിന്ധു സൂര്യകുമാർ ചോദിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു മറുപടി ആ ഒരു തരത്തിൽ ഫക്രുദ്ദീൻ തിരിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേട്ട ഉടനെ ശബരിനാഥൻ ആകപ്പാടെ അങ്ങ് പെട്ടുപോകുന്ന രീതിയായിപ്പോയി. കാരണം രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഫക്രുദ്ദീൻ എടുത്തടിച്ചങ്ങ് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ചോദ്യം എന്നുള്ള തരത്തിൽ. അപ്പോൾ ആ വിഷയം കേട്ടപ്പോഴത്തേക്കും ശബരിനാഥൻ അപ്പോഴേ റൂട്ട് മാറ്റി പിന്നെ മണിപ്പൂർ വിഷയത്തിലോട്ടാക്കി. മണിപ്പൂർ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള തരത്തിലോട്ടായി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ഈ നരേന്ദ്രമോദി കൊടുക്കുന്ന ആ ഒരു അഭിമുഖങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ സ്ക്രിപ്റ്റഡ്, അതുപോലെ തന്നെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള അഭിമുഖം, ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളിലോട്ടെല്ലാം കാര്യങ്ങൾ പോയി. അപ്പോൾ അതിന് മറുപടിയായിട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ ചില പോയിന്റ്സ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ശബരിനാഥനെയും അതുപോലെ തന്നെ അവതാരകനായിട്ടുള്ള അഭിലാഷിനെയും വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലായിപ്പോയി. അവസാനം അഭിലാഷിന് തന്നെ, മാതൃഭൂമിയിലെ അഭിലാഷിന് തന്നെ സത്യം വിളിച്ചു പറയേണ്ടി വന്ന ഒരവസ്ഥ ശബരിനാഥൻ ആ ഒരു തരത്തിൽ അങ്ങ് ഉരുകുന്ന തരത്തിലോട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തി എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതിലെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അഭിലാഷ് പെട്ടുപോയി എന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് മലയാളം ചാനലുകളായ, ന്യൂസ് ചാനലുകളായ ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ മാതൃഭൂമിക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തരത്തിൽ ശബരിനാഥൻ ഉന്നയിക്കുന്ന ഈ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും ഉൾപ്പെടെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെതിരെ ആ ഒരു തരത്തിൽ അഭിലാഷിന് പറയാതിരിക്കാനും പറ്റത്തില്ല, ആ ഒരു തരത്തിൽ ശബരിനാഥനെ അനുകൂലിക്കാനും പറ്റത്തില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അഭിലാഷിന്റെ കാര്യം. അതിനിടയിൽ സന്ദീപ് വാര്യർ ആ ഒരു തരത്തിൽ അണ്ണാക്കിൽ കൊടുക്കുന്ന തരത്തിലുള്ള പോയിന്റ്സുകൾ അങ്ങ് എടുത്ത് വിതറാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിലാഷിന് സത്യങ്ങൾ വിളിച്ച് പറയേണ്ടി വന്നു എന്ന് പറയാം. ശബരിനാഥനെ ആ ഒരു തരത്തിലുള്ള വോയിസ് അങ്ങ് ഇല്ലാതാക്കുന്ന തരത്തിലായിപ്പോയി അഭിലാഷും കൂടി സന്ദീപ് വാര്യരെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക്. കാരണം അഭിലാഷിനെ കൊണ്ട് തന്നെ പറയിച്ചു ആ ഒരു തരത്തിൽ മാതൃഭൂമിക്ക് നൽകിയ ആ ഒരു ഇന്റർവ്യൂ അതൊരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ടല്ല, അതുപോലെ തന്നെ സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു അഭിമുഖമല്ല, ഭീഷണിപ്പെടുത്തിയുള്ള ആ ഒരു ചോദ്യങ്ങളോ കാര്യങ്ങളോ അന്നുമല്ല ആ ഒരു തരത്തിൽ പറഞ്ഞതും ചോദിച്ചതും ഒന്നും തന്നെ. അപ്പോൾ ഈ പറഞ്ഞത് അഭിലാഷാണ്, മാതൃഭൂമിയിലെ അവതാരകനായിട്ടുള്ള അഭിലാഷാണ് ഈ ഒരു മറുപടി ശബരിനാഥന് കൊടുത്തത് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ എന്തെങ്കിലും കാര്യത്തിൽ ആ ഒരു തരത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെ ആ ഒരു തരത്തിൽ വ്യക്തമായിട്ട് ആ ചാനൽ, അതായത് അഭിമുഖം കൊടുത്ത ആ ഒരു ചാനൽ തന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും തൃപ്തിയാകുന്ന തലത്തിലോട്ട് ശബരിനാഥന് കാര്യങ്ങൾ എത്തി എന്നത് മനസ്സിലായി. ശരിക്കും അവിടെ സ്കോർ ചെയ്തത് സന്ദീപ് വാര്യർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അഭിലാഷിനെ പോലെ തന്നെ ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ആ ഒരു സത്യം അത് പറയിപ്പിച്ചത് സന്ദീപ് വാര്യരുടെ മിടുക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് മാതൃഭൂമി ആയാലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ആയാലും മോദി അനുകൂല ചാനലല്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾക്ക് ആ ഒരു തരത്തിൽ അഭിമുഖം കൊടുക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ശബരിനാഥൻ അവിടെ ഉന്നയിച്ചിരുന്നത് അനുകൂലിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന അഭിമുഖം എന്ന തരത്തിലായിരുന്നു. അപ്പോൾ മാതൃഭൂമി BJPയോ അല്ലെങ്കിൽ മോദിയോ അനുകൂലിക്കുന്ന ഒരു ചാനലായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല, അതിൽ കൊടുക്കുന്ന വാർത്തകൾ കണ്ടാൽ തന്നെയും, ഏഷ്യാനെറ്റ് ആയാൽ തന്നെയും. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾക്ക് വേറെ അഭിമുഖം കൊടുത്തിട്ടുണ്ട് മോദി എന്നത്
തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെയാണ് ഈ പറയുന്ന ശബരിനാഥൻ പെട്ടുപോയ ഒരു കാര്യം. അതിന്റെ കൂടെ അഭിലാഷിന്റെ ആ ഒരു കുറ്റസമ്മതം പോലെ ആ ഒരു സത്യം വിളിച്ചു പറച്ചിലും. ഒരു ഇന്റർവ്യൂ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് മോദിയുമൊത്തുള്ള ആ ഒരു ഇന്റർവ്യൂ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റഡുമല്ല, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുമല്ല, സ്റ്റേജ്ഡ് അഭിമുഖവുമല്ല എന്ന് വളരെ കൃത്യമായി അഭിലാഷിനെ കൊണ്ട് തന്നെ സന്ദീപ് പറയിപ്പിച്ചു. ഈ പറയുന്ന വ്യക്തി, അതായത് ഈ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി മോദിയെ അത്രത്തോളം എതിർക്കുന്ന വ്യക്തിയും BJP അത്രത്തോളം എതിർക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്നുള്ളതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി തന്നെ ഈ ഒരു കാര്യം പറയുന്നത് അത് അത്രത്തോളം പ്രാധാന്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ മോദിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ കുറച്ചു പേരുടെ കയ്യടി കിട്ടും എന്നുള്ള തരത്തിലായിരുന്നു ശബരിനാഥന്റെ ആ ഒരു ചോദ്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് എതിരെ സന്ദീപ് വാര്യരും അതുപോലെ തന്നെ അഭിലാഷിന്റെ ഭാഗത്തു നിന്നുകൂടി ഈ ഒരു തരത്തിലുള്ള മറുപടി കിട്ടിയപ്പോഴത്തേക്കും ശരിക്കും അവിടെ ഉത്തരം മുട്ടിപ്പോയതും നേരെ ചൊവ്വേ പിന്നെ തിരിച്ച് അതിനൊരു മറുപടി കൃത്യമായിട്ട് പറയാൻ പറ്റാതെ ആയിപ്പോയതും ശബരിനാഥന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.